പ്രത്യേകത ഇതിൻ്റെയൊക്കെ നാടാണ്, രാഷ്ട്രീയ അതിപ്രസരമാണ് അവിടെ. എല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി കാണുക. അതുമാത്രമല്ല രാഷ്ട്രീയപരമായി വിയോജിപ്പുള്ളവരോട് എതിർപ്പ് പ്രകടിപ്പിക്കുക. കുറ്റപ്പെടുത്തലൊന്നുമില്ലല്ലോ, സംഭവം അതാണ്, മനസ്സിലാക്കിയത്. അങ്ങനെ വന്ന സമയത്താണ് അവിടെ വേണ്ട രീതിയിലല്ല ഭരണം നടത്തുന്നത് എന്നുള്ള കുറേ പരാതി ഉയർന്നു. പിന്നെ ഈ ജുമാഅത്ത് പള്ളി ട്രസ്റ്റാണ്, ആ ട്രസ്റ്റിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ ഈ CMADAയുടെ ആൾക്കാരൊക്കെ ഒരേ ആളായി മാറിയ സമയത്ത് അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. രാഷ്ട്രീയപരമായുള്ള ദുർവിനിയോഗം വരാൻ തുടങ്ങി. പിന്നെ അത് പ്രധാനമന്ത്രി മോദി പറഞ്ഞല്ലോ, ഈ വഖഫ് സ്വത്തുക്കൾ പാവങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അത് അങ്ങേയറ്റത്ത് കള്ളക്കളി കളിക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു ഉദാഹരണം കൂടിയാണ് ഇവിടെ നടന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, 2009 പുറത്തിറക്കിയത്. അതിൽ വഖഫ് എങ്ങനെ അന്യാധീനപ്പെട്ടു അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കൾ എങ്ങനെ മോശമായി കൈകാര്യം ചെയ്തു എന്നുള്ള തെളിവായിട്ട് പറഞ്ഞത്, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സമ്മേളനം ഇവിടെ നടന്നപ്പോൾ 500,000 രൂപ ഈ ജുമാഅത്ത് പള്ളിയുടെ ഫണ്ടിൽ നിന്നാണ് അതിലേക്ക് സംഭാവന ചെയ്തതെന്നുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു പള്ളിയിൽ നിന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യാനുള്ള അത് റിട്ടേൺ ആയിട്ടുണ്ട്, എൻ്റെ കോപ്പി ഉണ്ട് എൻ്റെ കയ്യിൽ സംഭവം, അത് ചെയ്തു എന്നുള്ളത് സംഭവം. പിന്നീട് സംഭവിച്ചത്, അതായത് ഇതിനെ രാഷ്ട്രീയപരമായി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് കുറേ പരാതികൾ ഉയർന്നു. അവിടെ തളിപ്പറമ്പിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് കമ്മിറ്റി മാറേണ്ടി വന്നിട്ട് വഖഫ് ബോർഡ് വിശദീകരണം ചോദിച്ചു. എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതിനെക്കുറിച്ചുള്ള ഓഡിറ്ററുടെ റിപ്പോർട്ട്. ഇദ്ദേഹം K. കരുണാകരൻ എന്ന് പറയുന്ന ഇദ്ദേഹം മുൻ രജിസ്ട്രാർ, ഈ ജുമാഅത്ത് പള്ളിയുടെ കീഴിലുള്ള സിരി സാഹിബ് ഹൈസ്കൂളിൻ്റെ കണക്ക് പരിശോധിക്കാൻ വേണ്ടി. ഒന്നിനും വൗച്ചറില്ല, ഒന്നിനും കണക്കില്ല, എല്ലാം ബെയിലൂവിന് വിരുദ്ധമായി എന്ന് മാത്രമല്ല, ഒരു സ്ഥലത്ത് കാണുന്നുണ്ട് 2014-15 വൗച്ചർ നമ്പർ പ്രകാരം സ്കൂളിൽ പുതിയ +1 അഡീഷണൽ ബാച്ച് അനുവദിക്കുന്നതിൻ്റെ മുന്നോടിയായി അധികൃതർ നിർദ്ദേശ കാര്യങ്ങൾ പൂർത്തീകരിച്ചിനത്തിൽ ചിലവായത് 15 ലക്ഷം രൂപ. ഒരു ചെറിയൊരു അന്വേഷണം നടത്തിയ ഒരു പഠനം നടത്തിയപ്പോൾ ഈ അന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബായിരുന്നു സംഭവം. ആ സമയത്ത് കോഴ്സ് കിട്ടണമെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ നടപടിക്രമങ്ങളൊന്നുമല്ല, രാഷ്ട്രീയമായ നടപടിക്രമങ്ങളാണ്. 15 ലക്ഷം രൂപ മലപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്തു. ആർക്ക് കൊടുത്തു? ഒരു ചെറിയ അന്വേഷണം നിങ്ങൾ നടത്തിയാൽ മതി. അത് കൊണ്ടുകൊടുത്തത് ക്യാഷായിട്ടാണ് കൊണ്ടുകൊടുത്തതാവട്ടെ ആരാന്നറിയില്ലേ, അവിടുത്തെ പ്യൂണ അഷ്റഫ് എന്ന മലപ്പുറത്തേക്ക് പോകാൻ TA വാങ്ങിയിരിക്കുന്നത് 3000 രൂപ. അതിൻ്റെ അർത്ഥം കാറിലാണ് പോയിട്ടുണ്ടാകുക എന്നുള്ളതാണ്. ബസ്സിലൊന്നും ഈ 15 ലക്ഷം എടുത്തിട്ട് പോകില്ല എല്ലാവരും. ഒരു വഖഫ് സ്വത്താണ് ഇത് സംഭവം. ഈ വഖഫ് സ്വത്തിൽ നിന്നാണ് പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് ആത്മീയ നേതാവിൻ്റെ കയ്യിലേക്കാണോ പോയത്, അല്ലെങ്കിൽ ലീഡറുടെ കയ്യിലേക്കാണോ പോയത്, അല്ലെങ്കിൽ മന്ത്രിയുടെ വീട്ടിലേക്കോ പോയെന്നറിയില്ല, 15 ലക്ഷം രൂപ ഇവർ അതിന് വേണ്ടി വാങ്ങിയിരിക്കുക. അവിടെ അധ്യാപക നിയമനത്തിനൊക്കെ പൈസ വാങ്ങുന്നുണ്ട്. അതിപ്പം സ്വകാര്യ എയ്ഡഡ് സ്കൂളൊക്കെ തന്നെ വാങ്ങുന്നുണ്ട്. അതിൽ കുറേ കണക്കിതിൽ പറയുന്നുണ്ട്, ഇത്ര വാങ്ങി ഇത്ര തിരിച്ചു കൊടുത്തില്ല, അതുപോലെ തന്നെ കണക്കിലെ ക്രമക്കേടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇതൊക്കെ വഖഫിൻ്റെ പേരിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് സംഭവിച്ച അപചയമാണിത്. ഇങ്ങനെ ധാരാളം സംഭവിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ കോപ്പി, ഇത് ഇദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ്, വഖഫ് ബോർഡിൽ നിന്ന് കിട്ടിയതാണ്, വിവരാവകാശ നിയമം അനുസരിച്ച് കളക്ട് ചെയ്തതാണ് ഈ വിധത്തിലുള്ള സംഭവം. ഇങ്ങനെ കുറേ വന്നു. പക്ഷെ അതിലിടക്ക് സംഭവിച്ചത്, നമ്മൾ വഖഫുമായിട്ട് നോക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ലീസിന് എടുത്തു കഴിഞ്ഞാൽ ആ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം ആരുടെ പേരിലാണോ ജന്മം ഉള്ളത് അവരാണ് കൊടുക്കേണ്ടത്. അതായത് ജുമാഅത്ത് പള്ളിയാണ് അതിൻ്റെ ജന്മം, അവരുടെ പേരിലാണ് തണ്ടപ്പേരുണ്ടാകുക, അവരാണ് നികുതി അടക്കേണ്ടത്. പക്ഷേ ഈ ജുമാഅത്ത് പള്ളിയുടെ കമ്മിറ്റിയും അതുപോലെ തന്നെ കോളേജ് നടത്തുന്ന CMADAയുടെ കമ്മിറ്റിയും ഒന്നായതുകൊണ്ട് ആരും അറിയാതെ വളരെ രഹസ്യമായി തണ്ടപ്പേര് മാറ്റി ഈ കമ്മിറ്റിയുടെ പേരിൽ. ഏത് ജുമാഅത്ത് പള്ളിയുടെ പേരിലുള്ള തണ്ടപ്പേര് ഇതിലേക്ക് മാറ്റി, കോളേജിൻ്റെ കമ്മിറ്റിയുടെ പേരിലേക്ക് മാറ്റി. ഇതൊന്നും ആരും കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം അവസാനമായി സംഭവിച്ചത്, ഒരു മുത്തവല്ലിയെ നിയമിച്ചു. മുത്തവല്ലി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾ. അതായത് 5 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള
ഒരു വകുപ്പാണെങ്കിൽ അതൊരു മുത്തവല്ലിയെ നിയമിക്കണം. മുത്തവല്ലിയെ നിയമിക്കുന്നത് ആ പ്രദേശത്തുള്ളവരായിരിക്കരുത് എന്നുള്ളതുണ്ട് ഇപ്പോഴത്തെ അനുസരിച്ച്. പുറമേലുള്ളവർ കരിവള്ളൂരിലുള്ളൊരു ഷംസുദ്ദീൻ മുൻ റിട്ടയർഡ് രജിസ്ട്രാറാണ്, അദ്ദേഹത്തെയാണ് നിയമിച്ചത്. അദ്ദേഹം വന്നപ്പോൾ മുഴുവനും തന്നെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതാണ് കണ്ട സംഭവം. 2022 വരെ ഈ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ അസോസിയേഷന് നികുതി അടച്ചിരുന്നു, ലീസ് അടച്ചിരുന്നു. അതിനുശേഷം അവരടച്ചില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇവർ സുപ്രീം കോടതി ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ സ്വത്ത് വഖഫ് സ്വത്തല്ല, ഇത് ഞങ്ങൾക്ക് ഇല്ലത്തുനിന്ന് കിട്ടിയ സ്വത്താണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഹൈക്കോടതിയിൽ ഒരു കള്ള സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. അതിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി മഹമ്മൂദ് അള്ളാംകുളം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയാണ്. പ്രസിഡന്റ് മഹമ്മൂദ് അജിയല്ലേ, അദ്ദേഹം അഡ്വക്കേറ്റ് മുഹമ്മദ് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. ഇപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് മുഴുവനും തന്നെ കണ്ണൂർ ജില്ലേൻ്റെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണ്. ഇവരെന്നിട്ട് ഇത് വഖഫ് സ്വത്തല്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞിരിക്കുക. ഉള്ളത് ചിന്തിച്ചു നോക്ക്. ഒരു ഭാഗത്ത് വഖഫ് സ്വത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു, മോദിയുടെ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, അവർ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. മറുഭാഗത്ത് ജുബായത്ത് പള്ളിയുടെ കീഴിലുള്ള വഖഫ് സ്വത്ത് ഇവർ കട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാജ രേഖകൾ അവിടെ ഹാജരാക്കി. ആ രേഖയുടെ ഭാഗമാണ് നിങ്ങൾക്ക് ഞാൻ വിതരണം ചെയ്തത്.